ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ഇന്ന് ഈരാറ്റുപേട്ടയിൽ മൊബൈൽ ഫോൺ കടയിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തിയേക്കും. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ പ്രതി കടയിൽ ചാർജ് ചെയ്യാൻ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഇതിനു മുൻപ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസി, ഇന്ന് ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവരുന്നുണ്ടോ? നിഷാദ്, ഈ ഈരാറ്റുപേട്ടയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടികൾക്ക് ചെറിയ അനിശ്ചിതത്വമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ്. സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് സെബാസ്റ്റ്യന്റെ സൗഹൃദങ്ങളെ സംബന്ധിച്ചോ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രധാനമായും ഈ ജൈനമ്മ തിരോധാനം കൂടാതെ മറ്റ് സ്ത്രീകൾ ഐഷ, അതോടൊപ്പം തന്നെ ബിന്ദു പത്മനാഭൻ അടക്കമുള്ള സ്ത്രീകളുമായുള്ള അവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുക. കൂടാതെ സെബാസ്റ്റ്യന്റെ സഹകരണ ബാങ്കിൽ അക്കൗണ്ടിലടക്കം വലിയ തുകയുടെ നിക്ഷേപവും അടുത്തിടെ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളുണ്ടായി. അതോടൊപ്പം പല സ്വർണ്ണപ്പണയ ഇടപാടുകളും അടുത്തിടെ നടത്തി. അത് ഈ കാണാതായ സ്ത്രീകളുടേതാണെന്നുള്ള സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ അടക്കമുള്ള ചില വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇപ്പോൾ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്ന് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തണമെങ്കിൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും വഴിത്തിരിവായത് ജൈനമ്മയുടെ ഒരു മൊബൈൽ ഫോൺ, കാണാതായ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ ഫോൺ കടയിലെത്തിച്ച് സെബാസ്റ്റ്യൻ ചാർജ് ചെയ്തിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനായിരുന്നു ഇന്ന് അന്വേഷണ സംഘം നിശ്ചയിച്ചിരുന്നത്. നാളെ കസ്റ്റഡി കാലാവധി തീരുകയാണ്. അതിനു മുമ്പായി അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന ഘടകം DNA പരിശോധനാ ഫലങ്ങളാണ്. പ്രത്യേകിച്ച് നേരത്തെ ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ആരാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യം ഔദ്യോഗികമായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ജൈനമ്മയുടെ ബന്ധുമിത്രാദികളുടെ അടക്കം രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംശയ നിഴലിൽ നിൽക്കുന്ന മറ്റ് കേസുകൾ ബിന്ദു പത്മനാഭൻ, അതോടൊപ്പം ഐഷ, അതോടൊപ്പം മറ്റൊരു സിന്ധു എന്നുള്ള സ്ത്രീ, അവരുടെ അടക്കം ബന്ധുമിത്രാദികളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പരിശോധനാ ഫലം വരും. എങ്കിൽ അത് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. എന്തായാലും ആദ്യഘട്ടങ്ങളിൽ പൂർണ്ണമായും ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം പുലർത്തിയ സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെയും പങ്കുവെക്കുന്നുണ്ട്. അന്വേഷണ സംഘവുമായി പല സൂചനകളും നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ പൂർണ്ണമായും എങ്ങനെയാണ് കൊലപാതകങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയത്, ഇവരുമായുള്ള സൗഹൃദം എന്നിവ സംബന്ധിച്ചൊന്നും ഇപ്പോഴും പൂർണ്ണമായും മറുപടി നൽകുവാൻ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല. സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലർ എന്ന തരത്തിലുള്ള മനോഭാവമുള്ള ആളാണ് എന്ന് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടാതെ അതിബുദ്ധിമാനായ ക്രിമിനലാണ് സെബാസ്റ്റ്യൻ. പലപ്പോഴും മുമ്പ് 2006 മുതലുള്ള കേസുകളിൽ പലപ്പോഴും അന്വേഷണ സംഘങ്ങൾ ഇങ്ങനെ ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും പരിശോധനകൾ അന്വേഷണങ്ങളെക്കുറിച്ചും ഒക്കെയും വ്യക്തമായ ധാരണ ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അന്വേഷണ സംഘത്തിനോട് സഹകരിക്കാത്ത രീതിയിലുള്ള മറുപടികളാണ് അയാൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. ചില സൂചനകൾ സെബാസ്റ്റ്യൻ നൽകുന്നുവെന്നാണ് പോലീസിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഇത് വലിയൊരു കൊലപാതക പരമ്പരയുടെ ചുരുളഴിച്ചേക്കാം എന്ന് സംശയിക്കുന്നു.